വിനാശകാലേ വിപരീത ബുദ്ധി. അതാണിപ്പോൾ കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ കൂടെ കൂടെ എന്തിനാണ് പറയുന്നത് എന്നൊരുപക്ഷെ എൻ്റെ പ്രേക്ഷകർ ചോദിക്കും. അല്ല, പറയാതിരിക്കാൻ വയ്യല്ലോ. നശിച്ചു പോകുന്നതിനെ പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ. പണ്ട് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം എന്ന്. വളരെ കാലത്തിന് ശേഷം എം ശങ്കരൻ നമ്പൂതിരിപ്പാടും പറഞ്ഞു കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം. ഇനി പിരിച്ചുവിടുന്നില്ല, തനിയെ പിരിഞ്ഞു പൊക്കോളും. ആകാശത്തേക്ക് 3 വട്ടം വെടിയും വെക്കണ്ട, അവർ പിരിഞ്ഞു പൊക്കോളും. ഇന്ദിരാഭവനിലെ ഏതാണ്ട് കട്ടയും ബോർഡും എല്ലാം മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പിയരട്ട വരെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. സുധാകരനെ അവിടെ നിന്ന് ചുരുട്ടിക്കൂട്ടി ചാക്കിലാക്കി വൈകുന്നേരത്തെ മലബാർ എക്സ്പ്രസ്സിൽ കയറ്റി കണ്ണൂർ ഇറക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സുധാകരനാണ് ഇപ്പോൾ പാർട്ടിക്ക് തലവേദനയെന്ന് ഒരു വിഭാഗം. സുധാകരൻ വന്നിരിക്കുന്നത് അങ്ങ് മാർത്താണ്ഡവർമ്മയുടെ സ്വദേശമായ കണ്ണൂരിൽ നിന്നാണ്. എപ്പോഴും കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഇപ്പം നമ്മുടെ കാരണഭൂതൻ മാത്രമല്ല, അതിനു മുമ്പുണ്ടായിരുന്ന ചില കരുത്തന്മാരും ഒക്കെയുണ്ട്. ആ കരുത്തന്മാരിൽ ഒരാൾ തന്നെയാണ് സുധാകരൻ. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി കയറിയപ്പോൾ പറഞ്ഞത് കോൺഗ്രസിനെ സെമി കേഡറാക്കി മാറ്റുമെന്നാണ്. അവസാനം എനിക്ക് തോന്നുന്നു കേഡറായില്ല, ഏതാണ്ട് ഒരു സെമി ആയി കോൺഗ്രസ്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നവരെയൊക്കെ മാറ്റാനുള്ള ശ്രമം. സുധാകരന് അനാരോഗ്യമാണ്. എല്ലാ മനുഷ്യർക്കും അനാരോഗ്യം ഉണ്ടാകും, അപ്പോൾ ചികിത്സിക്കും. അതിനാണല്ലോ മരുന്നുള്ളത്, ആശുപത്രി ഉള്ളത്, ഡോക്ടർമാരുള്ളത്. അതിന് പകരമായിട്ട് സുധാകരനെ എടുത്തു മാറ്റുക എന്നുള്ളതാണ് കോൺഗ്രസിലെ ചിലരുടെ താല്പര്യം. ഇനിയിപ്പോൾ സുധാകരനെ മാറ്റിക്കഴിഞ്ഞാൽ വേറൊരാൾ വേണമല്ലോ. ആ വേറൊരാൾ വന്നാലും ഒരു വിഭാഗത്തിന് അതൃപ്തി. ഈ ആര് വന്നാലും പോയാലും കോൺഗ്രസിൽ ആരും തന്നെ ഈ തലപ്പത്തിരിക്കുന്നവരെ നേരാം വണ്ണം കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കത്തില്ല. അപ്പോൾ കോൺഗ്രസിനകത്തെ കലഹം തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അത് അതിരൂക്ഷവുമാണ്. ഇടയ്ക്ക് നമ്മൾ കേട്ടതാണ്, മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വേഷം കെട്ടി പലരും കുപ്പായം തയ്ച്ച് അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ചെന്നിത്തല നായരും തരൂർ നായരും VD സതീശനും KC വേണുഗോപാലും എല്ലാം തന്നെ ഹൈക്കമാൻഡ് പിടിച്ച് വിരട്ടിക്കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റിയുള്ള വർത്തമാനമെല്ലാം നിന്നു. പിന്നെ ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ചും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കുറെ കാലമായിട്ട് ലീഗ്. പിണറായി വിജയൻ അധികാരത്തിൽ ഏറിയിട്ട് 10 വർഷമാകാൻ പോവുകയാണ്. മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ പ്രതിപക്ഷത്ത് വെറുതെ ഇങ്ങനെ വായും വീഴ്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി 2026 എന്തോ പ്രതീക്ഷ എന്നും പറഞ്ഞ് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ്. ഈ പോക്കൽ 2026 പിണറായി വിജയന് തന്നെ കോൺഗ്രസ് വഴി വെട്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. കോൺഗ്രസിലെ തമ്മിലടി കാരണം പിണറായി വിജയൻ ഹാട്രിക് അടിക്കാൻ പോകുന്നു. BJP നിയമസഭയിൽ ഏതാനും സീറ്റുകളും ഉണ്ടായിരിക്കും. അപ്പോൾ UDF-ലെ ഘടകകക്ഷികൾക്കാണ് അതൃപ്തി. കോൺഗ്രസ് പഴയതുപോലെ പ്രതിപക്ഷത്തോ എവിടെങ്കിലും ഒക്കെ ഇരിക്കും. അപ്പോഴും അടിയായിരിക്കും പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിനിയും കോൺഗ്രസിന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ വയ്യ. അവർ ഇറങ്ങിപ്പോകുമെന്നുള്ളത് ഉറപ്പാണ്. 2021 ഇറങ്ങിപ്പോകാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് കാരണഭൂതന്റെയും കുടുംബത്തെയും പാർട്ടിയുടെയും മേൽ ഒക്കെ നിരവധി ആരോപണങ്ങളും ഒക്കെ ഉണ്ടായത്. അത് കാരണം പിന്നീടങ്ങ് ആ ആഗ്രഹമൊക്കെ അങ്ങ് തീർന്നു. അന്ന് പോയിരുന്നുവെങ്കിൽ ലീഗ് പിളരുകയും ചെയ്യും. MK മുനീറും ഷാജിയും ഒക്കെ ഒരു വിഭാഗത്ത് നിൽക്കുകയും ചെയ്യും. പക്ഷെ ഇനിയിപ്പോൾ അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ലീഗ് കളയും. ലീഗ് കളയുന്നതിനോടൊപ്പം തന്നെ UDF-ലുള്ള മറ്റ് ഘടകകക്ഷികൾ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം, CMB, അതുപോലെ തന്നെ RMB, KK രമ. RMB ചിലപ്പം അതൊരിക്കലും LDF-ലേക്ക് പോകത്തില്ല. RMB സ്വതന്ത്രമായിട്ട് തന്നെ നിൽക്കും. KK രമയെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലം എപ്പോഴും എന്നും സുരക്ഷിതമായിട്ട് തന്നെ നിൽക്കും. ഇനി ഒരാൾ കൂടി വരുന്നുണ്ട്, PV അൻവർ.
അത് തൃണമൂൽ എന്നുള്ള പേരിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി അത് തൃണമൂൽ മാറിയിട്ട് വേറെ എന്തെങ്കിലും ആകും. അപ്പൊ അൻവർ എങ്ങോട്ട് പോകുമെന്നുള്ള അൻവർ LDF പോകാൻ പറ്റത്തില്ലല്ലോ. അവിടുന്ന് പിന്നെ ഇറങ്ങിപ്പോന്നതാ. ഇനി അങ്ങോട്ട് ചെന്നാൽ പടി കയറത്തില്ല. പിന്നെ ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്. അവർക്കൊക്കെ ഒരു ഇടതുപക്ഷ സ്വഭാവം ഉള്ളത് കൊണ്ട് LDF പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും LDF പോകണമെന്നുമില്ല. മറിച്ച് രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന BJP കേരളത്തിലുണ്ട്. NDA മുന്നണി വിപുലമാക്കി കഴിയുമ്പോൾ ഈ കേരള കോൺഗ്രസിനെ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗം ഇങ്ങോട്ടേക്ക് കൂടുതൽ അടുത്തു തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് NDA അടുപ്പിക്കാനായിട്ട് കൂടുതൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതെന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ കഴിഞ്ഞ കാലത്തുണ്ടായ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വഖഫ് ഭേദഗതി ബില്ല്, മുനമ്പം, ഈ വിഷയം ഒക്കെ ക്രൈസ്തവരെ BJPയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലുള്ളവരും NDA അതായത് BJPയോട് ചായ്വ് പ്രകടിപ്പിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. BJP ലക്ഷ്യമിടുന്നത് ഇത് തന്നെയാണല്ലോ. 2014 BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞത് എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം. അതിങ്ങനെ ക്രമേണ കൊണ്ടുവരികയാണ്. കേരളത്തിൽ അത് 2026 നടപ്പിലാകും. ഒരു തവണ കൂടി പിണറായി അല്ലെങ്കിൽ LDF അധികാരത്തിൽ വന്നു കൊള്ളട്ടെ, എന്നാലും ഇവർക്ക് കോൺഗ്രസിനെ ഇല്ലാതാക്കണം എന്നുള്ളതാണ്. ആ നീക്കമാണ് ഇപ്പോൾ ഇവിടെ ശക്തമായിക്കൊണ്ട് ഇരിക്കുന്നത്. അതിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ UDF എന്ന് പറയുന്നത് ശിഥിലമാകാൻ പോകുന്നു എന്നാണ് നമുക്ക് നൽകുന്ന സൂചന. തെരഞ്ഞെടുപ്പുമായിട്ട് അടുത്ത് നിൽക്കുകയാണ്. നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിയുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, തൊട്ടു പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ. ആ സമയത്തേക്കാണ് UDF തകരാൻ പോകുന്നത്. അത് മുഴുവനാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിലുള്ള പ്രബലരായിട്ടുള്ള ചിലർ UDF വിട്ടിട്ട് BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ അന്നൊക്കെ പലരും പറഞ്ഞു സുധാകരൻ പോകും, ചെന്നിത്തല പോകും, മുരളീധരൻ പോകും, പത്മജ പോയത് കൊണ്ട് മുരളീധരനും പോകും. ഇതൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്തൊക്കെ. കോൺഗ്രസ് പാർട്ടിയുടെ ജീവനായിരുന്ന ജഗജീവൻ റാം പോയില്ലേ കോൺഗ്രസ് വിട്ട്? ജഗജീവൻ പോയി, ജീവൻ പോയി, ബഹുഗുണ പോയില്ലേ? ബഹുഗുണയും പോയി, ഗുണവും പോയി. നന്ദിനി സത്പതി പോയി, പാതി പോയി. ഇതൊക്കെയായിരുന്നു ഒരു കാലത്ത് മുദ്രാവാക്യം. അതുപോലെ ഇവരൊക്കെ പോയാലും ഇനി നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം കാത്തിരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിൻ്റെ ആ കാത്തിരിപ്പിൽ കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ വേറൊരിടത്തേക്ക് പോവുക സ്വാഭാവികമാണ്. അപ്പോൾ ലീഗ് വിട്ടുപോകും. അതിനോടൊപ്പം തന്നെ ഘടകകക്ഷികളെല്ലാം തന്നെ ഒന്നൊന്നായി UDF നിന്ന് എക്സിറ്റ് ചെയ്യും. അങ്ങനെ UDF എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഇല്ലാതാവുകയും ചെയ്യാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്.